ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അപ്പോൾ ഇതാ കുറേ കാലത്തിന് ശേഷം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. കുറച്ചധികം ബിസി ആയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു ഇത്. കാരണം എനിക്ക് വയനാട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ വീട്ടിൽ. അപ്പം മഴയൊക്കെ ആണല്ലോ, അപ്പോൾ കുറച്ചധികം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ടൈമിൽ വീടൊക്കെ വൃത്തിയിടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അയിനുമ്മനെ വിളിച്ച്, അതിന് മുമ്പ് ഞാൻ ട്രോളി ആയിട്ട് പോയത് നമ്മൾ വയനാട്ടിലേക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ഡ്രസ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള ട്രോളി ഇപ്പോഴാണ് കാർന്നെടുത്തത്. കാരണം രാത്രി നമ്മൾ വന്നപ്പോൾ കാർന്ന് എടുക്കാൻ പറ്റില്ല, നല്ല മഴയേനും. അപ്പോൾ പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നേരെ വന്ന് കിടക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് ഒന്ന് റൂമിൽ വെച്ച് അയിനുമ്മനെ വിളിച്ച് അവളെ ഫ്രഷ് ആക്കി താഴെ നിർത്തിയിട്ടുണ്ട്. ചായയൊക്കെ കൊടുത്തിട്ട് ഇനി ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അതിനുമ്മ എണീറ്റ് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവൾ എണീക്കുന്നത് ചിലപ്പം ഒരു ചീത്ത മൂഡിലായിരിക്കും. അപ്പം പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കച്ചറ ഉണ്ടാക്കും. അവൾക്ക് സ്വതവേ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. ക്ലാസ്സിൽ എത്തിയാൽ പിന്നെ ഒരു പ്രോബ്ലം ഇല്ല, പക്ഷേ രാവിലെ എഴുന്നേക്കാനും പല്ല് തേക്കാനും ചായ കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ആ ഒരു ടൈമിൽ അവൾ ഇപ്പം UKG പഠിക്കുന്നത്. LKG മുതലേ കരഞ്ഞുകൊണ്ടിരിക്കാനും ഇപ്പോഴും ആ ഒരു ശീലത്തിന് ഒരു മാറ്റവും ഇല്ല. പക്ഷേ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങനെ കരഞ്ഞ ഒരു ഇതും ഒന്നും ഓളെ ഫേസിൽ എവിടെ ഉണ്ടാവില്ല. സ്കൂളിൽ എത്തണ വരെ ഒരു കരച്ചിലേക്കും. അപ്പോൾ തന്നെ നമ്മൾ ട്രോളിയൊക്കെ ഞാനൊന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്യാനൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ മേക്കപ്പിന് കൊണ്ടുപോയിട്ടുള്ള ക്രീമും കാര്യങ്ങളും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും അപ്പോൾ ചെയ്തു പോകണം. അത് പിന്നേക്ക് വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അത് റെഡിയാക്കി വെച്ചാൽ എനിക്ക് ബാക്കിയുള്ള എൻ്റെ ജോലികൾ അങ്ങ് മുന്നോട്ടേക്ക് പോവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ കല്യാണത്തിന് തലേന്ന് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ ഡ്രസ്സൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. കാരണം കല്യാണത്തിൻ്റെ തലേ ദിവസേനും എൻ്റെ ചെറിയ കാക്ക സൗദിയിൽ നിന്ന് വരുന്നത്. അവന് 2.5 വർഷത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അവനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മച്ചിയും കുട്ടികളും അവൻ്റെ വൈഫൊക്കെയും പോയിട്ടുണ്ടായിരുന്നത്. അവൻ കണ്ണൂരായിട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ചെത്തുന്നത് രാത്രി 8:30 8:45 ആ ഒരു ടൈമിലാണ്. കാരണം നല്ല ബ്ലോക്ക് നമുക്ക് ചുരത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ടൈം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഒക്കെ ബ്ലോക്കിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ മാറ്റാനോ ഒരുങ്ങാനോ ഒന്നുള്ളൊരു ടൈമില്ലായിരുന്നു. എത്രയും പെട്ടെന്ന് കല്യാണ വീട്ടിലേക്ക് എത്തുക എന്നുള്ളൊരു ചിന്ത മാത്രമേ മനസ്സിലുള്ളായിരുന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം വേഗം അവിടേക്ക് എത്തുക എന്നുള്ളൊരു ഇതാണ് നമ്മളെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ വന്ന് ജസ്റ്റ് മുഖം ഒന്ന് കഴുകി. പിന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. നമുക്ക് ഒരുങ്ങാനെന്നുള്ളൊരു മൂഡിലൊന്നും അല്ലായിരുന്നു. നേരെ അങ്ങോട്ടേക്ക് പോയി ഫുഡ് കഴിച്ച് കുറച്ച് ടൈം അവിടെ ഇരുന്ന് പിന്നെ വീട്ടിൽ വന്ന് കിടന്നായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ലാഭം ഉണ്ടായത് നമ്മൾ ഡ്രസ്സൊന്നും വാഷ് ചെയ്യേണ്ടി വന്നില്ല. അല്ലാതെ തന്നെ ഒരു ലോഡുണ്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു മഴയുള്ള സമയത്ത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും എൻ്റെ ഒരു ഡേ തുടങ്ങുന്നത് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ രാവിലെ ഒരു 5:45 എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ മിനൂട്ടിനെ സ്കൂളിൽ വിടലും ചായ ഉണ്ടാക്കലുമായിട്ട് കിച്ചണിൽ ഭയങ്കര ബിസി ആയിരിക്കും. അവൾ പോയതിന് ശേഷമാണ് ഞാനൊന്ന് ഫ്രീ ആവുക. അവളൊരു 7:45 ആ ഒരു ടൈം ആകുമ്പോൾ പോവും. അതിനുശേഷം ഞാനൊന്ന് ഫ്രീ ആവും. അതിനുമ്പോൾ പിന്നെ 10 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കിന്ന് ഓള് പോയതിന് ശേഷമാണ് വീഡിയോ എടുത്താലോ എന്നൊരു തോന്നലുണ്ടായത്. എത്ര ദിവസമായിട്ടും ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നത്. കുറേ ആയി വീഡിയോ ഒക്കെ ഒന്ന് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഇന്ന് തന്നെ അങ്ങോട്ട് എടുത്തേക്കാം. പകുതി മുതൽ അങ്ങനെ തുടങ്ങാം. പിന്നെ ഏതെങ്കിലും ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒറിജിനലായിട്ട് എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ ഞാൻ കാണിച്ചിരുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇങ്ങനെ പകുതി വെച്ച് തുടങ്ങിയുള്ളത് കേട്ടോ. മിനൂട്ടി സ്കൂളിൽ പോകുന്ന ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആവും. അതേപോലെ ചോറും ഉപ്പേരിയും ആവും കേട്ടോ. പിന്നെ മീൻ നമുക്ക് ഇവിടെ വരിക ഒരു 9:30 ടൈമിലാണ്. പിന്നെയാണ് നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ട് കറിയൊക്കെ ഉണ്ടാക്കുക. ഇവിടെ മിക്കവാറും എല്ലാ ദിവസവും മീൻ വാങ്ങും. ചിക്കൻ ചിലപ്പോൾ ഫ്രൈഡേ ആയിരിക്കും വാങ്ങുക, അല്ലെങ്കിൽ സൺഡേ. മീനാണ് നമ്മൾ അധികവും വാങ്ങിക്കുള്ളത്. അങ്ങനെ അതിനുമ്പോൾ കുളിയൊക്കെ അതിന് വന്നിട്ടുണ്ട്. ഇനി അവളെ ഒന്ന് റെഡിയാക്കി നമുക്ക് സ്കൂളിൽ വിടണം. 10 മണിക്കാണ് കേട്ടോ ഓൾ സ്കൂളിൽ പോവൽ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും തന്നെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ ജോലി മിക്കവാറും അഴിച്ചുവാരൽ കാര്യങ്ങളൊക്കെ അതിനുണ്ടാവും. അവളെ സ്കൂളിൽ പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് പിന്നെ തുടക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ അയിനുമ്മൻ്റെ സ്കൂളിൽ പോലൊക്കെ കഴിഞ്ഞ് നമുക്ക് നമ്മൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങാം. മുറ്റത്ത് അത്യാവശ്യം നല്ല കാടൊക്കെ ഉണ്ട് കേട്ടോ. കാരണം 2 ദിവസമായി അടിച്ചു വാരിയിട്ട്. ഇന്നിപ്പോൾ എന്തോ നല്ലൊരു വെയിലൊക്കെ കാണുന്നുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്. ഇന്നലെ രാത്രി വരെ നല്ല പെരുമഴയാണ് കേട്ടോ. നമുക്ക് പേടിയാകുന്നുണ്ട് അതിന് എവിടെയെങ്കിലും ഉരുളൊക്കെ പൊട്ടുമെന്ന്. അത്രക്കും മഴയാണ്, നിർത്താതെ എത്രയോ മണിക്കൂർ നേരം പെയ്തിട്ടുണ്ട്. ചെറുത്തുകൂടിയൊക്കെ നമുക്ക് വരാൻ വേണ്ടി വല്ല പേടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ.
അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പോയി പറിച്ചത് പപ്പായ കേട്ടോ. നമുക്ക് ഉച്ചക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പപ്പായൻ്റെ ഉപ്പേരി വയ്ക്കാൻ വേണ്ടി ഭയങ്കര ഒരു ആഗ്രഹം. പിന്നെ ഇങ്ങനത്തെ നാടൻ ഉപ്പേരികൾ, അതായത് ചേന, പച്ചക്കായ, പപ്പായ, അതിനൊക്കെ നമ്മൾ നാടൻ ഉപ്പേരി എന്നാണ് പറയുക. അതൊന്നും മിനൂട്ടി സ്കൂളിൽ കൊണ്ടുപോവില്ല. അവർക്ക് ഇപ്പോഴത്തെ പച്ചക്കറികൾ, ബീട്രൂട്ട്, വഴുതനങ്ങ, വെണ്ടക്ക, ക്യാരറ്റ്, പയർ, അങ്ങനെയുള്ള ഉപ്പേരിയൊക്കെയാണ് ഇഷ്ടം. അപ്പം അതാണ് അധികം കൊണ്ടുപോകുക. അത് ഉപ്പേരി ആയിട്ടായിരിക്കും അധികം കൊണ്ടുപോകൽ. പൊരിച്ചിട്ടൊക്കെയാണ് കൊണ്ടുപോകൽ. പയറൊക്കെ ആണെങ്കിലേ ഉപ്പേരിയാക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് പപ്പായാണ് ഉപ്പേരി വെച്ചുള്ളത്. അതൊക്കെ വെണ്ടക്ക ഫ്രൈ ചെയ്തത് അങ്ങനെ എന്തോ ഒന്നായിരുന്നു ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് ശരിക്കൊന്നും ഓർമ്മയില്ല. കാരണം ഈ വീഡിയോ എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുറ്റൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അകവും കൊലായൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഞാൻ രാവിലെ തന്നെ മുകളിലാണ് കേട്ടോ ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈം ആകുമ്പോൾ സാധാരണ എൻ്റെ ഈ ഒരു ക്ലീനിങ് കയ്യലുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ റൊട്ടീൻ കംപ്ലീറ്റ് ചേഞ്ചാണ്. കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കലും അത് നോക്കലും ജോലി ചെയ്യലും എല്ലാം കൂടി അപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ അധികം വേണ്ടി വന്ന്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മളെ ഇൻഡോർ പ്ലാന്റൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് കേട്ടോ. ഞാൻ വീക്കിലി ഒരു പ്രാവശ്യമാണ് വെള്ളമൊഴിച്ച് കൊടുക്കലും അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യലും. അന്ന് ഉണങ്ങിയ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടുകൊടുക്കും. അതേപോലെ ഇലയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കും. നമ്മളെ ശരീരം സംരക്ഷിക്കുന്ന പോലെ തന്നെ ചെടീനെ നോക്കിയാലല്ലേ ചെടി നല്ല ഉഷാറായിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താണ് കേട്ടോ. ചിലപ്പോൾ സ്ഥലമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ വെക്കും. ഒരേ സ്ഥലത്ത് തന്നെ വെക്കുകയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഞാൻ മാറ്റി വെക്കലുണ്ട്. പിന്നെ ഇത് മിനൂട്ടിൻ്റെ റൂമാണ്. രാവിലെ ഓള് പോകുമ്പോൾ റൂമൊക്കെ ക്ലീനാക്കി ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടൊക്കെയാണ് പോകൽ. എന്നാലും ഞാൻ അവിടെ അടിച്ചു തരാൻ വേണ്ടിയിട്ട് കയറുമ്പം എനിക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കിയിടാൻ തോന്നും. കാരണം ഓള് ചെറുതാണല്ലോ. അപ്പം ഞാൻ ചെയ്യുന്ന അത്രയ്ക്ക് പെർഫെക്ഷനിലല്ല ഓള് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നും. എനിക്ക് ഇങ്ങനെ ചുളുങ്ങി കിടക്കുമ്പോഴും അവിടെ ഇവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആവും. അപ്പം ഞാനതൊക്കെ ഒന്ന് റെഡിയാക്കും. അവളിന് ടൈമില്ലാതെ പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്ത് ഞാൻ അങ്ങ് പോകുന്നതാണ്. ഓളെ റൂം ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വെച്ചിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ വേസ്റ്റിലൊക്കെ ഇട്ട് അങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് മാത്രം പോവും. അത് ഞാൻ അവളെ ചെറുപ്പം തൊട്ടേ ശീലിപ്പിച്ചിട്ടുള്ള ഒരു ശീലമാണ്. അതായത് ഓളൊരു LKG പഠിക്കുന്ന ആ ഒരു ടൈം മുതലേ ഇങ്ങനെ ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഓളെ കൊണ്ടാവും പോലെ ക്ലീൻ ചെയ്താൽ മതി, പിന്നെ അത് ഞാൻ നന്നാക്കിക്കോളും എന്ന് ഞാൻ അവളോട് എപ്പോഴും പറയലുണ്ട്. ആ ഒരു ശീലം ഓളിപ്പം 10th ഇപ്പോഴും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പോകുന്നതിന് മുമ്പ് 2 ദിവസം മുന്നേ വാഷ് ചെയ്തിട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടേക്ക് ഒരു ലോഡ് നമുക്ക് വാഷ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് എടുത്താണ്. ഇനി അധികം നേരം വെച്ചാൽ മഴ എങ്ങാൻ പെയ്താൽ വീണ്ടും അതിൻ്റെ ആ ചൂട് പോയിട്ട് ഒരു തണുപ്പ് വരും. ആ ചൂടോട് കൂടി അതൊക്കെ മടക്കി വെക്കുമ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയി അതൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തുടയ്ക്കലും ക്ലീൻ ചെയ്യലും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് നല്ല ഊതൊക്കെ പോയിച്ച് അകത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുത്താം. കാരണം മഴ ഇങ്ങനെ പെയ്യുമ്പം അകത്ത് ഈർപ്പം തട്ടിയിട്ട് ഒരു ബാഡ് സ്മെല്ല് വരുമല്ലോ. അപ്പോൾ അതിന് നല്ലതാണ് നമ്മൾ ഊതൊക്കെ പോയിക്കുന്നത്. നല്ലൊരു സ്മെല്ലുണ്ടാവും. പിന്നെ നമ്മൾ നേരെ ചോറുന്നാണ് കേട്ടോ. ഇന്ന് കുളിയൊന്നും കഴിഞ്ഞില്ല. കുളിയൊന്നും കഴിയാതെ ഇതുവരെ ഞങ്ങൾ ചോറുന്നിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഇനി ഒരുപാട് ജോലിയുണ്ട്. കുളി കഴിഞ്ഞില്ല. കുളി കഴിയാതിരിക്കാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മളെ കറണ്ടും വെള്ളവും നമ്മളെ ചർച്ചയുണ്ട്. ഇന്ന് രാവിലെ പോയ കറണ്ടാണ്. കുറേ ടൈമൊക്കെ വെള്ളം നിന്ന് പിന്നെ ടാങ്കിൽ വെള്ളം തീർന്ന്. അപ്പോൾ പിന്നെ വേറൊരു വഴിയുമില്ല. എനിക്ക് കാറ് കഴുകാനും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ കിണറിന് മുക്കിയിട്ട് വേഗം കുളിച്ചിട്ടൊരു കാര്യമില്ല. എനിക്ക് വേറെ ജോലികൾ കുറേ ഉണ്ട്, വാഷ് ചെയ്യാനുണ്ട്. അതൊന്നും വാഷ് ചെയ്യാനിട്ടില്ല. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മെഷീനിലിടാനൊരു ഒഴിവുമില്ല, പിന്നെ വെള്ളവും ഇല്ല. അപ്പോൾ അങ്ങനെ ഇട്ട് ഒരു 3:30-4 മണിയൊക്കെ ആയപ്പോഴാണ് കറണ്ട് വന്നത് കേട്ടോ. അപ്പോൾ കറണ്ട് വന്നപ്പോൾ ഞാൻ വേഗം ടാങ്കൊക്കെ ഫുള്ളാക്കി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എൻ്റെ കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. കാരണം നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ പോയത് ഇതിലായിരുന്നു. അപ്പോൾ ഫുള്ള് മുട്ടായിൻ്റെ തോലും എന്തൊക്കെയോ സാധനങ്ങൾ പൊടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. രാത്രി നമുക്ക് കാക്കനെ കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോകാനുള്ളതാണ്. അപ്പോൾ ഞാൻ കാറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. ഇന്ന് രാത്രിയാണ് ആൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ക്ലീനാക്കി വെക്കണം. കാറിന് ചെരുപ്പും ബാക്കി സാധനങ്ങൾ വാഷ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കവറിലിട്ട് വെച്ച് കുറേ ഉണ്ട്, അതെടുക്കുകയാണ്. ഒക്കെ രാവിലെ മറന്നു പോയിട്ടുണ്ട്. രാവിലെ പെട്ടിയെടുത്ത് വേഗം അങ്ങ് കയറി പോകുന്നതിന് ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങിയത്. ഏതായാലും ഒരുങ്ങിയ ദിവസം നല്ല അടിപൊളിയായിരുന്നു. കറണ്ടും ഇല്ലായിരുന്നു, വെള്ളവും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കില്ല എന്നൊരു വാശിയിൽ അങ്ങനെ തന്നെ ഇനി ഞാനത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് എനിക്കൊരു വാശിയായിരുന്നു.
അപ്പോൾ ഞാൻ കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്ത് അതുവരെ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് ജോലികൾ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്ത് വെച്ച്, കാരണം നമ്മൾ വാഷ് ചെയ്തിട്ട് ഉണക്കാനിട്ട് പോയതൊക്കെ കുറേ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ജോലികളൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് സമയം ഒന്ന് ഇരുന്ന് അപ്പോഴേക്കും കറണ്ട് വന്ന്. അപ്പോൾ വേഗം ഞാൻ എൻ്റെ ജോലിയിലേക്ക് കയറി. അങ്ങനെ കാറൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുളിക്കണം, അതേപോലെ വാഷ് ചെയ്തൊക്കെ ഒന്ന് ആറിടാനുണ്ട്. ഇന്നിപ്പം ഞാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഒരു 5 മണിയൊക്കെ ആയിട്ട് കുളിച്ചിറങ്ങുമ്പം ഈ ഒരു ടൈം വരെ ഒന്നും ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. ഒരു 11 മണി 12 മണി ആകുമ്പോഴേക്കും നമ്മുടെ കുളിയൊക്കെ കഴിയുന്നതാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഇത്ര ലേറ്റായിട്ട് കുളിക്കുന്നത്. നമുക്ക് ഓവറായിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ള അന്നാണ് ഇങ്ങനെ ലേറ്റ് ആവുള്ളത്. അതായത് നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ ലേറ്റ് ആവുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഇന്നിപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചാണ്. അതെനിക്ക് രാവിലെ അങ്ങനെ ഒരു തോന്നലൊന്നും ഉണ്ടായില്ല. എനിക്ക് രാവിലെ മോളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഇങ്ങനെ പെട്ടെന്ന് തോന്നിയാണ് ഇന്നൊരു വീഡിയോ എടുത്താൽ കൊള്ളാം, എങ്ങനെ ഉണ്ടാവുമെന്ന്. അങ്ങനെ ഞാൻ തുടങ്ങിയാണ്. അപ്പോൾ നോക്കുമ്പം കറണ്ടും വെള്ളമൊക്കെ ചതിച്ച്. പക്ഷേ ഞാൻ എന്തായാലും വിട്ട് കൊടുക്കില്ല എന്നുള്ളൊരു വാശിയിൽ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പോൾ ഇതാ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നിസ്കാരമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് വേണം താഴോട്ടേക്ക് പോകണമെങ്കിൽ. താഴെ മിനൂട്ടിയോ അതിനൊക്കെ സ്കൂളിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ചായ ഒന്നും കൊടുത്തില്ല. അപ്പം പിന്നെ കുളി കഴിഞ്ഞ് വന്നാലുള്ള ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് നമുക്ക് താഴോട്ടേക്ക് പോകണം. ഇനി നമുക്ക് ചായ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആകുന്നുണ്ട്, കാരണം നമ്മൾ ചായ കുടിക്കുന്ന ടൈമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ചായ കുടിക്കാണ്ട് ഒരു ഇടങ്ങേറ് പോലെ ചായയൊക്കെ തളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടൈമൊക്കെ ആയപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വൈകുന്നേരം വരെ നല്ലൊരു വെയിലും ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ പെട്ടെന്ന് മഴ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു ടൈം തൊട്ട് മഴയാണ്. ഞാനിങ്ങനെ വെച്ച് രാവിലെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എല്ലാം അത്യാവശ്യം നല്ലോണം ഉണങ്ങിപ്പോകുമായിരുന്നു. ചില ദിവസങ്ങളിൽ സ്കൂൾ വിട്ട് വന്നാൽ അതിനുമക്ക് ചോറ് വേണം കേട്ടോ. അതായത് നമ്മൾ സാമ്പാർ മീൻകറിയൊക്കെ ഉണ്ടാക്കിയാൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അന്നൊക്കെ ചോറ് കിട്ടണം. മീൻ പൊരിച്ചതൊന്നും ഒക്കെ വലിയ താല്പര്യമില്ല, വേറെ ഉപ്പേരികളോട് ഒന്നും താല്പര്യമില്ല. പക്ഷേ സാമ്പാറും മീൻകറി, മീനിനിപ്പോൾ തേങ്ങ അരച്ച് വെച്ചതാണെങ്കിലും മുളകിട്ടാണെങ്കിലും ഒക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒക്കെ ചോറ് കിട്ടണം. ഇന്നിപ്പോൾ ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പായൊക്കെ വിരിച്ചിട്ട് അവളെ ചോറ് കഴിക്കാൻ വേണ്ടി അവിടെ ഇരുത്തിയാണ്. അവൾ ഒറ്റയ്ക്ക് അങ്ങ് കഴിച്ചോളൂ കേട്ടോ. നമ്മൾ പോയി വാരി കൊടുക്കൊന്നും വേണ്ട. ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളൊന്ന് അവിടെ ഇരുത്തിയതാണ്. ഞാൻ ചായയൊക്കെ കുടിച്ച് പിന്നെ ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങി. നമുക്കൊരു കസ്റ്റാർഡ് ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളെ സീതപ്പഴമല്ലേ, അപ്പോൾ അത് പഴുത്തിയുണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ്. ആകെ ഒന്നാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് പഴുത്തിട്ടില്ല, ജസ്റ്റ് നല്ല വലിപ്പമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്, മൂത്തിട്ടുണ്ട്. ചിലപ്പം ഒരു 3-4 ദിവസം കൊണ്ട് പഴുക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ ഇതാ മഗ്‌രിബിൻ്റെ ടൈമായിട്ടോ. അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ ഒന്ന് പൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മൾ രാത്രി ഒരു 12:30 ആകുമ്പോഴാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ തുറന്നാൽ മതിയല്ലോ. മിക്കവാറും ടൈം നമ്മൾ ഗേറ്റ് അടച്ചിടൽ തന്നെയാണ് കേട്ടോ. സ്വതവേ തുറക്കൽ കുറവാണ്, കാരണം ഈ റോഡിലൂടെയൊക്കെ ഇങ്ങനെ നായൊക്കെ ഓടി നടക്കുന്നതാണല്ലോ. മോള് അതിനുമ്പോൾ എപ്പോഴും മുറ്റത്തൊക്കെ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അപ്പോൾ ഒരു പേടിയാണ് നമുക്ക് മുറ്റത്തേക്ക് ഓടി കയറുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ. അതുകൊണ്ട് അധിക ടൈം അങ്ങനെ അടച്ചിടൽ തന്നെയാണ്. ഗേറ്റൊക്കെ അടിച്ച് ഞാൻ എന്താ കുറച്ച് നേരം ഒന്ന് മുറ്റത്ത് നിൽക്കുകയാണ്. മഴയൊന്നും ഇല്ല അതിനിപ്പം. അപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ വയലിലേക്കൊക്കെ നോക്കി നിന്നാണ്. നല്ലൊരു രസമുണ്ട് ഈ വയലിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്ത ടൈമിൽ മലയിൽ ഇങ്ങനെ വെള്ളം ചാടുന്നൊക്കെ കാണാം. ഇന്നലെ രാത്രി നല്ല മഴയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു വെള്ളം ചാടുന്ന സൗണ്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കേൾക്കട്ടോ. ഇങ്ങനെ കാണുമ്പോൾ ദൂരെയാണെന്ന് തോന്നുമെങ്കിലും നമ്മൾ കുറച്ച് അടുത്ത് തന്നെയാണ് ഈ ഒരു മലയൊക്കെ ഉള്ളത്. അങ്ങനെ ഇതാ ഒരു 12:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ. കാക്ക ഇറങ്ങുന്നത് കാലിക്കറ്റ് എയർപോർട്ടിൽ തന്നെയാണ്. ഒരു 2:30 ആകുമ്പോഴാണ് ഇറങ്ങുന്നത്. 2 മണിക്കൂർ യാത്ര നമ്മളെ വീട്ടിൽ നിന്നുണ്ട്. അപ്പോൾ അതിന് ഏകദേശം കണക്കാക്കി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നൈറ്റ് ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം നമ്മൾ ഉച്ച കഴിച്ച സെയിം ചോറും കറിയും തന്നെയാണ് നൈറ്റ് കഴിച്ചത്. വെറൈറ്റി ആയിട്ടും സ്പെഷ്യൽ ആയിട്ടൊന്നും ഒന്നുമില്ല അതിനും. അതുകൊണ്ടാണ് വീണ്ടും അത് ആഡ് ചെയ്യേണ്ടുന്നത് കേട്ടോ. ഓംപ്ലേറ്റ് തിന്നാൻ നിർത്തിയ മേമ, പക്ഷേ ഓംപ്ലേറ്റ് ഇല്ല. സമയം എത്ര? 2 മണി 3 മണിയോ? ഓംപ്ലേറ്റ് ഇല്ലാണ്ട് പോണ ഒരു ടീം, ഓംപ്ലേറ്റിന് വെയിറ്റ് ചെയ്യുന്ന അടുത്ത ടീം. പക്ഷെ ഇവിടെ ഇല്ല.
ഒരു സ്റ്റോപ്പ് ചെയ്ത് ആ അപ്പോൾ നമ്മൾ കൂളിമാട് ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ചെറിയൊരു തട്ടുകടുണ്ട്. നമ്മൾ ഈ ഒരു ടൈമിൽ എപ്പോൾ എയർപോർട്ടിൽ പോകുകയാണെങ്കിലും ഇവിടെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ചായ കുടിക്കാറുള്ളത്. അപ്പോൾ നമുക്കിത് ആൾ ഓംലേറ്റൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ആൾ ക്ലോസ് ആക്കി പോകാൻ നിൽക്കിയതിന് ശേഷം നമുക്ക് ഓംലേറ്റൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം എന്ന് പറയാൻ, ഇന്ന് വീട് മുതൽ എയർപോർട്ട് വരെ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. അതേപോലെ എയർപോർട്ട് മുതൽ വീട് വരെ തിരിച്ച് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹവും വാശിയൊക്കെയാണ് ഇപ്രാവശ്യം കാക്ക വരുമ്പം സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ട് കൂട്ടണം എന്നുള്ളത്. അപ്പം ആ ഒരു ആഗ്രഹം ഇവിടെ നടന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളവിടെ എത്തി ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ കാക്ക പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെത്തിയപ്പോൾ തന്നെ അവരവിടെ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഈ ഒരു എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കുക. ഇനിയും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് ഞാൻ വരും. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.